വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ പ്രൊഫസറും ഗ്രന്ഥകാരനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടോളാസിനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ കർത്തൃ പ്രാർത്ഥനയിലൂടെയാണ് ഈ എപ്പിസോഡുകൾ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അല്ലെങ്കിൽ ലോർഡ്സ് പ്രയർ, അവർ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്രാർത്ഥനയിലെ ദൈവം പിതാവ് എന്ന് യേശു ദൈവത്തെ അവതരിപ്പിച്ചത് നമ്മൾ പറഞ്ഞു. പലർക്കും സംശയമുണ്ട്, ദൈവത്തെ പിതാവെന്ന് അവതരിപ്പിച്ചപ്പോൾ ഇതൊരാണാണോ അപ്പനാണോ എന്നൊക്കെ പറയുമ്പോൾ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആ മൈക്കലാഞ്ചലോൻ്റെ പടം ഇങ്ങനെ വലിയ വെള്ള താടിയൊക്കെ വെച്ചിട്ടുള്ളൊരു അപ്പൂപ്പനെ പോലെയൊക്കെ കാണുന്ന ഒരു ദൈവം. എന്താണ് പിതാവായ ദൈവം എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ യേശു ഉദ്ദേശിക്കുന്നത്? ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു അഭിസംബോധനയാണ് ദൈവം പിതാവാണ് എന്നുള്ളത്. അതിൻ്റെ ആമുഖ ഇതിലെ നമ്മൾ പറഞ്ഞത് വളരെ ഒരു സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുള്ളൂ. വാസ്തവത്തിൽ പിതാവ് എന്ന് പറയുന്ന ആ സങ്കല്പത്തെ, ആ ഇമേജറിയെ, ആ പ്രതീകത്തെ ആന്തര അർത്ഥങ്ങളിലേക്ക്, അന്തർധാരകളിലേക്ക് നമ്മൾ കടന്നിരുന്നില്ല. അതാണ് ഇപ്പോൾ സാറ് പറയുന്നത്. അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ചില ചോദ്യങ്ങളാണ് കുട്ടികൾ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, ആണാണോ എന്നൊക്കെയുള്ളത്. അപ്പം നമ്മൾ ഇതിൽ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, അതിന് നേരിട്ടൊരു ഉത്തരം നമ്മൾ പറയുന്നതിനേക്കാൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ ഒരിക്കലും നമുക്ക് പ്രതീകങ്ങളില്ലാതെ സംസാരിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ അസ്തിത്വവും നമ്മുടെ അസ്തിത്വവും രണ്ട് തരത്തിലാണ്. നമ്മൾ മനുഷ്യരാണ്, ദൈവമാണ്. മനുഷ്യന് പരിമിതികളുണ്ട്, കാലമുണ്ട്, സമയമുണ്ട്. അതിലവൻ ജീവിക്കുന്നു. അവൻ ജനിക്കുന്ന ഒരിടമുണ്ട്. അതിനൊരു ഭാഷയുണ്ട്. ആ ഭാഷയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സംസ്കൃതിയുണ്ട്. അവിടുത്തെ മണ്ണുണ്ട്, ലോകവീക്ഷണങ്ങളുണ്ട്, ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവൻ്റെ ഈ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ അവൻ കുറേ പ്രതീകങ്ങളും അവന് പരിചിതമായ കുറേ അടയാളങ്ങളും കുറേ മിത്തുകളും ചില രൂപകങ്ങളും അലങ്കാരങ്ങളും ഒക്കെ അവൻ ഉപയോഗിക്കുന്നു. മെറ്റഫേഴ്സ് അല്ല അവൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ആദിമകാലം മുതലേ മനുഷ്യൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിലൊക്കെ ദൈവം ഒരു വലിയ ശക്തിയാണ്, കൊടുങ്കാറ്റാണ്, കണ്ടപ്പോൾ അത് ദൈവമാണ്, ഇടിവെട്ടുമ്പോൾ ദൈവത്തെ വിളിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാൻ കാരണം. പക്ഷേ ഇതെല്ലാം അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ആന്ത്രോപോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ രൂപങ്ങളിൽ ദൈവത്തെ ചിത്രീകരിക്കുന്നു. ദൈവത്തിൻ്റെ കുറിച്ച് പറയാൻ മനുഷ്യൻ്റെ രൂപങ്ങളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ ദൈവം മനുഷ്യനായി. അവസാനം മനുഷ്യനോട് സംസാരിക്കണമെങ്കിൽ മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെ വരണമെന്ന് മനസ്സിലായത് കൊണ്ടാണ് ദൈവം മനുഷ്യനായത്. ആ വ്യക്തിത്വത്തെയാണ് നമ്മൾ ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിമിതി നമ്മുടെ മക്കൾ മനസ്സിലാക്കണം. സാറ് കാറ്റീസം +2 ഇതിലൊക്കെയല്ലേ, BA, അതിന് ഡിഗ്രി മുകളിലൊക്കെയാണല്ലോ പഠിപ്പിക്കണേ, ACCയിലൊക്കെ. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് കുറേ കൂടി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെല്ലാ കാര്യങ്ങളും അനാലജി എന്ന് ഇംഗ്ലീഷിൽ പറയും. അനാലജികളിലൂടെ മാത്രമേ ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം അതീന്ദ്രിയമായ കാര്യങ്ങളെക്കുറിച്ച്, അഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഭൗമികമായ സങ്കല്പങ്ങളും സങ്കേതങ്ങളും വെച്ച് സംസാരിച്ചാൽ എപ്പോഴും വഴിതെറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വ്യാഖ്യാനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പഴയ നിയമത്തിലെ ഉണ്ടായിരുന്ന ദൈവസങ്കല്പങ്ങളെ മുഴുവൻ കുറേ കർത്താവ് മാറ്റി എഴുതാൻ കാരണം ആ സങ്കല്പങ്ങളൊക്കെ പറയുമ്പോണം പൂർണ്ണമായിരുന്നില്ല. കാരണം ദൈവം നേരിട്ട് മനുഷ്യനായിട്ട് വെളിപ്പെട്ടില്ല. അത് വെളിപ്പെട്ടത് ക്രിസ്തുവിലാണ്. അതിനുമുമ്പ് പ്രവാചകന്മാരിലുണ്ടായിരുന്നു, അതുപോലെ നീതിമാന്മാരായ ജഡ്ജസ് അവരിലുണ്ടായിരുന്നു, രാജാക്കന്മാരിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പലരിലൂടെയൊക്കെ ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിലും ദൈവം മനുഷ്യനായി വന്നപ്പോഴാണ് ഈ ദൈവത്തെക്കുറിച്ച് പറയാനുള്ള ഭാഷ, അതും ആ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഭാഷാ പ്രയോഗം കർത്താവ് നടത്തിയത്. അപ്പോൾ അന്ന്
കർത്താവ് ദൈവം പിതാവാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇന്ന് ആ വികസിതമായ മതരൂപങ്ങളിലൊക്കെ പണ്ട് പറഞ്ഞിരുന്ന പോലെയുള്ള ചില ശക്തികളോടൊക്കെ മാത്രമായിട്ട് ഇതിനെ തരം താഴ്ത്തരുത്, അതിനേക്കാളൊക്കെ അപ്പുറത്ത് കുറേ കൂടി റിഫൈൻഡായ സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ യോജിച്ച രീതിയിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്കൊപ്പം മനസ്സിലാക്കാവുന്ന രീതിയിൽ മനുഷ്യനൊരു വ്യക്തിയായതുകൊണ്ട് ആ വ്യക്തിക്ക് ഏറ്റവും ഒരു 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 സംഭാഷണത്തിൽ ഏർപ്പെടാവുന്ന, സൗഹൃദത്തിൽ ഏർപ്പെടാവുന്ന, സാധർമ്മ്യത്തിൽ എത്തിച്ചേരാവുന്ന, സാകല്യത്തിലായിത്തീരാവുന്ന ഒരു രീതിയിലുള്ളൊരു രൂപകമായിട്ട് ദൈവത്തെ അവതരിപ്പിച്ചതാണ് അത് അപ്പൻ. അപ്പോൾ ഈ അപ്പൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കണം നമ്മൾ ഈ പുരുഷൻ, ദൈവത്തിന് ഇങ്ങനെ ജെൻഡർ ഒന്നുമില്ല, സെക്സ് ഒന്നുമില്ല. അരൂപനായ ദൈവത്തെയാണ് ഈ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിക്കണേ ദൈവത്തിന് എന്താണ്, ദൈവം നമ്മളെ പോലെ ആണാണെന്ന് കുറേ ആണുങ്ങൾ വിചാരിക്കുന്നു. പണ്ടൊക്കെ അത് കാരണം ഇസ്രായേൽക്കാർ ആദ്യം ദൈവമേ യഹോവയെ എന്നെ പെണ്ണായി സൃഷ്ടിക്കാത്തതിന് നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിരുന്നു. കാരണം പെണ്ണ് എന്ന് പറയുന്നത് എന്തോ ചെറിയൊരു സാധനമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ കർത്താവ് വന്നപ്പോഴാണ് മനസ്സിലായത് ആണിനും പെണ്ണിനും ദൈവം സൃഷ്ടിച്ചത് ഒരേ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിൽ തന്നെയാണ്. രണ്ടുപേര് രണ്ട് ലിംഗങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് മനുഷ്യ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭാവങ്ങൾ അവർ പേറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും തുല്യരാണ്. അപ്പോൾ ആണായതുകൊണ്ടൊരു മേൽക്കോയ്മയെക്കുറിച്ച് പണ്ടത്തെ കാലം ചിന്തിച്ചിരുന്നു. ഇന്ന് അങ്ങനെ ഇല്ല. ആണും പെണ്ണും ദൈവത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. സ്വഭാവങ്ങളിൽ വ്യത്യാസമുണ്ട്, കഴിവുകളിൽ വ്യത്യാസമുണ്ട്. അവരുടെ അതാണുള്ളത് നമ്മളുടെ വ്യത്യാസം. ഒരാൾക്ക് ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റൂല, മറ്റൊരാൾക്ക് ചെയ്യുന്ന കാര്യം ഈ ആൾക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ രണ്ടു കൂട്ടർക്കും ചെയ്യാവുന്ന കാര്യങ്ങളും ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ടാണ് അവർ മനുഷ്യരായി എന്ന് രണ്ടുപേരും മനുഷ്യരായി പറയുന്നത്, മനുഷ്യ സത്യമാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മൾ പിള്ളേരോട്, നമ്മുടെ യുവാക്കളോട്, ചിലപ്പോൾ നമ്മുടെ കാരണന്മാരായ ആൾക്കാർക്കും ദൈവം ആണാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ കണ്ടേക്കും. അത് ആണാന്ന് പറയുമ്പോൾ അത് ആലോചിക്കേണ്ടത് നമ്മൾ ഈ ഒരു പിതൃസങ്കല്പത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ചിലരൊക്കെ മാതൃസങ്കല്പവും ദൈവം ഒരേ സമയം പിതാവുമാണ് മാതാവാണ് എന്ന് പറയുമ്പോൾ ദൈവം ആണും പെണ്ണുമാണ് എന്നല്ല പറയുന്നത്. പുരുഷ ലിംഗവും സ്ത്രീ ലിംഗവും ഒക്കെ ഉള്ള പോലത്തെ ആൾക്കാരാണ്. അതൊന്നുമല്ല ദൈവത്തിൻ്റെ അർത്ഥം. ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു മനുഷ്യനെ, സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ പിതൃഭാവവും മാതൃഭാവവും അതിലുണ്ട്, പിതാവായ ദൈവത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്കത് അതിനെയാണ് പ്രതീകാത്മകമായ രീതിയിൽ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എപ്പോഴും നമ്മൾ തെറ്റായ ധാരണകളിലേക്ക് പോകുന്നു. അതിന് കുറച്ചുകൂടി വിദ്യാഭ്യാസവും പഠനങ്ങളും ആന്ത്രോപോളജി ഒക്കെയാണ് അത് പറയുക. അതായത് കുറച്ചുകൂടി മനുഷ്യൻ്റെ നരവംശാസ്ത്രപരമായ സങ്കേതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക്. അപ്പോൾ കർത്താവ് ഈ പിതാവ് കൊണ്ടുവന്നതിൻ്റെ കാരണം എന്താ? പഴയ നിയമത്തിൽ ഭയപ്പെടുത്തുന്നൊരു ദൈവം, അക്രമിയായൊരു ദൈവം, തൻ്റെ ജനത്തെ മാത്രം സ്നേഹിക്കുന്നൊരു ദൈവം, മറ്റുള്ളവരെ ശിക്ഷിക്കുന്ന ഒരു ദൈവം, അങ്ങനെയുള്ള ഒരു ദൈവം അല്ല ദൈവമെന്ന് ആ തരത്തിലുള്ള പ്രാകൃതമായ ദൈവസങ്കല്പങ്ങളെയാണ് കർത്താവ് തിരുത്തി എഴുതിയിട്ട് പിതാവ് എന്ന് പറഞ്ഞത്. അല്ലാണ്ട് പിതാവ് അവിടെ ലിംഗപരമായ വ്യത്യാസത്തെക്കുറിച്ച് ഒന്നല്ല പറഞ്ഞത്. പിതൃപാതൃഭാവങ്ങൾ അതേസമയം തന്നെ നമ്മൾ പഴയ നിയമം വായിച്ചാലും പുതിയ നിയമം വായിച്ചാലും നമ്മൾ ഈ മാതൃസങ്കല്പത്തെ ഒരുപാട് ഉൾച്ചേർത്ത ദൈവത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. ഒരു തള്ളക്കോഴി അതിൻ്റെ കീഴെ മക്കളെ നോക്കുന്നത് പോലെ അവിടെ പെണ്ണല്ലേ, തള്ളക്കോഴി പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിനെ അതുപോലെ ദൈവം കരുതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോഴും ദൈവം കർത്താവ് അവതരിപ്പിച്ച ഈ പിതാവായ ദൈവത്തിന് പലപ്പോഴും മാതൃസങ്കല്പങ്ങളാണുള്ളത്, മാതൃസ്വഭാവമാണുള്ളത്. കാരണം സമൂഹം ഒരു പിതാവ് എന്ന് പറയുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ള ചില ശാഠ്യഭാവങ്ങളുണ്ട്, ഡൊമിനീറിങ് ആറ്റിറ്റ്യൂഡ്, അതായത് ആധിപത്യ മനോഭാവം പുരുഷനെ. അതുപോലെ കുറേ യുക്തിസഹമായിട്ട് മാത്രം ചെന്നു. കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും ഒട്ടും യുക്തിസഹമല്ല. ഒരു തോട്ടത്തിൽ പല ആൾക്കാരും ജോലിക്ക് വന്നു. 6 മണിക്കൂർ പണിതവനും 5 മണിക്കൂർ പണിതവനും 4 മണിക്കൂർ പണിതവനും അവസാനം 1 മണിക്കൂർ പണിതവനും എല്ലാവർക്കും ഒരു ധനാറേ ഉള്ളൂ. അതും 1 മണിക്കൂർ പണിതവനും ആദ്യം കാശ് കൊടുത്ത് കിട്ടും. അപ്പോൾ ആൾക്കാർ ചോദിച്ചു ഇതെന്ത് ന്യായം സർ എന്ന് ഉടനെ തന്നെ അവർ ചോദിച്ചു പണിക്കാരെ താൻ. അപ്പോൾ പറഞ്ഞു നിന്നോട് ഞാൻ 1 ധനാറ തരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത് തന്നല്ലോ. അപ്പോൾ എന്താണ് കർത്താവ് എൻ്റെ ഉള്ളിൽ ഈ മാതൃഭാവമുണ്ട്. ഒരമ്മ
ഒരു വീട്ടിൽ ഞാൻ ഇച്ചിരി ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവിടെ തരണേൻ്റെ എല്ലാത്തിൻ്റെ ഇച്ചിരീശ തന്ന എങ്ങനെ ശരിയാവും? എനിക്ക് അല്ലെങ്കിൽ നീ കുറേ സാധനങ്ങൾ നീ കഴിക്കണ്ട, അപ്പനെ മാത്രമേ മീനൊക്കെ വയ്ക്കുമ്പോൾ അതിൽ കഷ്ണം കൊടുക്കാൻ പറ്റുള്ളൂ, നീ അതിൻ്റെ ചാറ് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അല്ലെങ്കിൽ ചേട്ടൻ ചേച്ചി അങ്ങനെ നമ്മുടെ അമ്മമാർ ചെയ്യാറില്ല. അവരൊക്കെ ജോലിക്ക് പോയിരുന്നവരല്ല, അവർക്ക് ഇത്തിരി കൂടുതൽ അല്ലേ? അതെ അതെ. അപ്പോൾ ആര് എന്തു കൊടുക്കുന്നു എന്ന് ആശ്രയിച്ചല്ല അവർ നോക്കിയിരുന്നത്, അവൻ്റെ ആവശ്യങ്ങളനുസരിച്ചാണ് അമ്മ നോക്കുന്നത്. അതുപോലത്തെ ഒരു ദൈവമാണ് നമ്മുടെ, അങ്ങനത്തെ ഒരു ദൈവത്തെയാണ് കർത്താവ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ പിതൃസങ്കല്പത്തെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മാതൃസങ്കല്പത്തെയും പിതൃമാതൃഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവത്തെ അങ്ങനെ പ്രതീകാത്മകമായി മനസ്സിലാക്കാനാണ് കർത്താവ് ഈ അനാലജി ഉപയോഗിച്ചത്. അല്ലാണ്ട് ദൈവം പുരുഷനാണ്, ആണാണ്, ആൾക്ക് ഇത്ര വലിപ്പമുണ്ട്, പെണ്ണുമായിട്ട് ഒരു ബന്ധവുമില്ല, ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളല്ല. പിതൃമാതൃസങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളെ തന്നെയാണ് പിതാവ് ആയ ദൈവം. അത് മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ പിതാവേ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം അന്ന് മുൻ. ഇന്നിപ്പോൾ നമ്മൾ പിതൃമാതൃ സങ്കല്പങ്ങൾ ഒരുമിച്ചാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ പിതൃമാതൃ സങ്കല്പങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ധ്യാനിക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ നന്മ മനസ്സിലാവും. ആരാണ് ഒരു പിതാവ്? ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജനിപ്പിച്ചവൻ എന്നുള്ളൊരർത്ഥമുണ്ട്. ജനകൻ. അമ്മ ആണ് 10 മാസം ചുമക്കണമെങ്കിലും കാരണഭൂതനായിട്ട് എപ്പോഴും അപ്പനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ജനിപ്പിച്ചു. ഇനി അദ്ദേഹം നമ്മളെ വളർത്തി. അദ്ദേഹവും അമ്മയും കൂടിയാണല്ലോ വളർത്തണേ, രണ്ടുപേരും കൂടി. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഈ അപ്പൻ എന്ന് പറയുമ്പോൾ അമ്മയെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല, രണ്ടുപേരും. അപ്പോൾ ഈ അപ്പനും അമ്മയുമായ ഈ ദൈവം എന്ന് നമ്മൾ എപ്പോഴും പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് ഇഞ്ഞ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് സംശയവും, അപ്പൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അതിലില്ലേ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സഭയിൽ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ള ആ ടേം തന്നെ നമ്മൾ കത്തോലിക്ക മതബോധന ഗ്രന്ഥം ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അപ്പനായ ആൾ, ഈ അപ്പൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാണ് നമ്മളെ വളർത്തുന്നത്, അവരാണ് നമ്മെ സംരക്ഷിക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു ഉറപ്പ് കിട്ടുന്നത് പലപ്പോഴും അങ്ങനെയാണ്. നീ ആരുടെ മോനാ, നീ ആരുടെ മോളാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പനും അമ്മയുടെയും പേര് പറയും. അപ്പനും അമ്മയുടെ പേര് പറയുമ്പോഴാണ് നമുക്ക് നീ ആ തറവാട്ടിലാണല്ലേ, ഔസേപ്പിൻ്റെ റോസൈഡിയാണ് അല്ലേ, അത് ശരി, ഓക്കെ, അപ്പോൾ മനസ്സിലായി, അത് ഇതാണ് സംഭവം, ഐഡൻറ്റിറ്റി. അപ്പോൾ ഉറപ്പ്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ചില നേരത്ത് വീട്ടിൽ പറയില്ലേ, ഇങ്ങനെ നീ വീട്ടിലല്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചില നേരത്ത് ചേട്ടന്മാരും ചേച്ചിമാരും നമ്മളെ കളിയാക്കാൻ പറയുമല്ലോ, നീ വീട്ടിലൊന്നുമല്ല, നിന്നെ കണ്ട പറയണില്ലല്ലോ വീട്ടിലാന്ന്, ഞങ്ങളെയൊക്കെ നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആകെ അസ്ഥിരപ്പെടും. അപ്പോൾ അപ്പനും അമ്മയും നമ്മളെ ഓൺ ചെയ്യണം. അപ്പോൾ ഉടനെ അവർ ചാടി പറയും, മോൻ നമ്മുടെ മോൻ തന്നെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ സംരക്ഷണമാണ് വാസ്തവത്തിൽ പിതാവ് എന്ന് പറയുന്നത്. പിതാവ് എന്ന് പറഞ്ഞ് നമ്മളെ ജനിപ്പിച്ചു, പിതാവും മാതാവും നമ്മൾ ജനിപ്പിച്ചു, നമ്മെ വളർത്തുന്നു, നമുക്ക് ഉറപ്പ് തരുന്നു ഈ ലോകത്തിലെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലോകത്തിലേക്ക് ബന്ധം, നീ എൻ്റേതാണ്, നീ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരാളല്ല, അനാഥനല്ല, സനാതനാണ്. പിന്നെ ഈ ദൈവം നമ്മുടെ കൂടെ സഹയാത്രികനായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും ഈ പിതാവിന് അറിയാം. ഒരപ്പനെ മക്കളെക്കുറിച്ച് കൃത്യമായിട്ട് വിവരമുള്ളതുപോലെ. ഇപ്പോൾ ഞാൻ സെമിനാരി ചേർന്ന നേരത്ത് അപ്പനോട് ഇങ്ങനെ സെമിനാരി പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, നിന്നെ കൊണ്ട് ഇത് പറ്റുമോ മോനെ എന്ന് ചോദിച്ചു. അത്രേ പുള്ളി ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു, പറ്റണമല്ലോ, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഓക്കെ, അത്ര എളുപ്പമുള്ള കേസൊന്നും ഇല്ല കേട്ടോ, എനിക്ക് അച്ഛന്മാരെയൊക്കെ അറിയാം, ആലോചിച്ചിട്ട് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കറിയാം നമുക്ക് പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്. അവരുടെ മോനായതുകൊണ്ട് ആൾ പെർഫെക്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ അതുപോലെ അമ്മയ്ക്കും ഇതുപോലെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നന്മകളും തിന്മകളും നമ്മെ മുഴുവൻ നമ്മുടെ പരിമിതികളോടുകൂടെ അതുപോലെ ഉന്നമനങ്ങളായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ശോഭിക്കുന്ന കാര്യങ്ങളോടുകൂടെ, അതുപോലെ നമ്മുടെ ന്യൂനതകളോ പോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളും അറിയാം അവർക്ക്. അവനെ നമ്മളെ ചില വീടുകളിൽ അമ്മമാർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവൻ്റെ കുടലിന് പ്രശ്നമുണ്ട്, ഇവന് ഇന്ന സാധനത്തിന് വിഷയമുണ്ട്, ഇവന് ഗ്യാസ് ഉണ്ടാക്കുന്ന ആളാണ്, ഇവന് ഇന്ന സാധനം ഇഷ്ടമില്ല,
ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അത് അമ്മമാർ മക്കൾക്ക് എല്ലാം രൂപപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഈ ഇതൊക്കെ നമ്മൾ പിതാവായ ദൈവത്തെങ്കിലേക്ക് ആരോപിക്കുകയാണ്. എന്നാലും നമുക്ക് പിതാവായ ദൈവത്തെ പൂർണ്ണമായും മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിതാവ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ട് നമുക്ക് ആ രഹസ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷെ കർത്താവ് ആ കാലഘട്ടത്തിൽ നമുക്ക് എന്നും മനസ്സിലാകാവുന്ന രീതിയിലുള്ള ഒരു മൂല്യവ്യവസ്ഥതയിൽ സംസാരിക്കുകയാണ്. പിന്നെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു പിതാവിൽ മാതാവും ഉണ്ടെന്ന്. ധൂർത്തപുത്രൻ്റെ ഉപമയൊന്ന് വായിച്ചു നോക്കും. കരുണയുടെ ഒരു ദൈവമാണ്. ഈ ധൂർത്തപുത്രൻ്റെ ഉപമ ലൂക്കായുടെ സുവിശേഷത്തിൽ 15 അധ്യായം 11 മുതൽ 32 വരെയുള്ള ഭാഗത്ത് നീണ്ടു പ്രതിപാദിച്ചിട്ടുണ്ട്. ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് വരുന്നു നല്ല സമരിയാക്കാരൻ്റെ ഉപമ, പിന്നെ ധൂർത്തപുത്രൻ്റെ ഉപമ, അങ്ങനെയൊക്കെ വരിക. കാരണം അതൊക്കെയാണ് അതിലെ ഏറ്റവും ആത്മീയമായ ഉന്നതമായ ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ ഒരു ഉപമയുടെ രൂപത്തിൽ പറഞ്ഞ കാര്യം. അക്രൈസ്തവർ കൂടുതൽ കോട്ട് ചെയ്യുന്നത് ഈ ഭാഗങ്ങൾ തന്നെയാണ്. കാരണം ഇത് ആർക്കും എത്തിച്ചേരാവുന്നതാണ് ഉപമകൾ. അതിന് വേറെയുള്ള ഒരു പ്രസംഗത്തിൻ്റെയോ ഉപദേശത്തിൻ്റെയോ ശൈലിയല്ലല്ലോ, ഒരു കഥയായിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ അതിൽ കാണുന്ന ഈ ഉപമ എല്ലാവർക്കും അറിയാം. 2 മക്കളുണ്ടായിരുന്നു. അവർ അപ്പനെ മുതലൊക്കെ ചോദിച്ചു പോയി. തിരിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവൻ അവിടെ ചെന്ന് പെട്ട സ്ഥലം അലമ്പായിപ്പോയി. അവനാണെങ്കിൽ സ്വാതന്ത്ര്യം വേണമായിരുന്നു. അപ്പൻ്റെ കൂടെ നിന്നാൽ വളരുകയില്ല എന്ന് വിചാരിച്ച് അവൻ പോയി. അവിടെ ചെന്ന് കുറേ കൃഷിയൊക്കെ എല്ലാ അലമ്പിലും പെട്ടു. അവസാനം ഒന്നും ഇല്ലാണ്ടായി. പന്നിക്ക് കൊടുക്കണ പോലെ തവിട് പോലും കിട്ടാത്ത ഒരവസരത്തിലായി. നമ്മൾ ആടുജീവിതം കണ്ടപ്പോൾ നമുക്കത് മനസ്സിലാവും. ആടുജീവിതം ബെന്യാമിൻ എഴുതുകയും അത് ചിത്രീകരിക്കുകയും ബഹ്റൈനിലേക്ക് ജീവിച്ച ആളാണല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ശരിക്ക് വെള്ളം പോലും കിട്ടിയിട്ടില്ല. നമ്മൾ ഇതിലൊക്കെ പറഞ്ഞ പോലെ ഈ ഉപമയിൽ പറയുന്നത് പോലെ അവന് പന്നികൾക്ക് കൊടുക്കുന്ന തവിടും വെള്ളം പോലും കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി അതിശക്തി തോന്നിയായിരുന്നു. പക്ഷേ ബെന്യാമിൻ്റെ നോവലും പിന്നെ അവിടുത്തെ ആ ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ശരി തന്നെയാണ് തമ്പുരാനെ. എന്നാൽ നമ്മളിവിടെ കാണുന്ന ആ പിതാവിനൊരു മെച്ചം, ഈ പിതാവ് എന്നും വാതിൽപ്പടിയിൽ ചെന്ന് നിൽക്കുവാണ്. അപ്പം വരുണ്ടോ. അപ്പോൾ ഈ മകനാണെങ്കിലോ ഇനി ഒരു നിവൃത്തിയില്ല. വിശപ്പ് വന്നപ്പോൾ തന്നെ അവൻ്റെ തെറ്റുകളെ കുറിച്ച് ഓർത്തു. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാരാണ് നന്നായിട്ട് മക്കളെ പോലെ ജീവിക്കുന്നത്. ഞാനിവിടെ കിടന്ന് വിഷമിക്കല്ലേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോവും എന്ന് പറഞ്ഞിട്ട് ഇവൻ വരുമ്പോൾ നമ്മളവിടെ കാണുന്ന നമ്മുടെ സാധാരണ അപ്പന്മാരുടെ ഒരു ശൈലിയിലല്ല. സാധാരണ അപ്പന്മാർ ഇങ്ങനെ തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നീ പറഞ്ഞേലടാ, എന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ലടാ പോകണ്ടാന്ന്, എന്നിട്ടിപ്പോൾ എന്തായി? അല്ലെങ്കിൽ പണ്ടത്തെ അപ്പന്മാരാണെങ്കിൽ വന്ന വഴിക്ക് ഒരു 10 തടി, ശിക്ഷ 10 ദിവസം നീ അത് ചെയ്യണം അങ്ങനെ ശിക്ഷിക്കുന്ന അതൊന്നുമല്ല ദൈവം. ഇവൻ്റെ ഉള്ളിലുള്ള ഈ മാനസിക സംഘർഷം മനസ്സിലാക്കിയിട്ട് അവിടെ എത്തുമ്പോൾ അവനെ കൊണ്ട് എൻ്റെ പിതാവേ എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിക്കാനൊന്നും അയാൾ സമ്മതിക്കണില്ല. ആള് ശ്രദ്ധിക്കണില്ല. ആളെന്താ ചെയ്യണേ? ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു, നീ ഇപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടി. അവൻ്റെ പാപ സങ്കീർത്തന ഏറ്റുപറച്ചിലുകൾക്കൊന്നും ദൈവം യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അതാണ് നിരൂപാധികം. ആരാണോ തെറ്റ് ചെയ്ത് അവൻ്റെ മനസ്സിലുണ്ടാകാവുന്ന വലിയ അപകർഷത മനസ്സിലാക്കിയിട്ട് ആ അപകർഷതയിൽ പെട്ടു പോകരുത്, എന്നിട്ട് എൻ്റെ മോൻ എൻ്റെ മുന്നിൽ കുനിഞ്ഞു പോകരുത്, ചെറുതായി പോകരുത്, അവൻ്റെ അഭിമാനം നഷ്ടപ്പെടരുത്, അവൻ അങ്ങനെ ആയാൽ പിന്നെ അവന് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അത് വലിയൊരു പിതൃത്വത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ ഇതുപോലെ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. നമ്മൾ അപ്പച്ചൻ പലപ്പോഴും ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷിച്ചിട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത വീട്ടിലെ പിള്ളേരൊക്കെ ആയിട്ട് തല്ലുവിടുകയോ അടുത്ത വീട്ടിലെ ആൾക്കാരെ ചിലപ്പോൾ തെറി പറഞ്ഞ് അവരുടെ അപ്പനത് വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പൻ അറിഞ്ഞാൽ അമ്മ വരുമ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കും. അപ്പോൾ അപ്പൻ പറയും, നീയേ എൻ്റെ സുഹൃത്തിന് അപ്പുറത്തെ വീട്ടിലെ ശ്രീധരേട്ടനും ശങ്കുരും ഒക്കെ അവരെ നീ ചീത്ത പറഞ്ഞല്ലേ? അത് ശരി. ഏത്ത ഇട്ടിട്ട് ശങ്കുരുവിൻ്റെ മുന്നേ പോയി നിന്നിട്ട് നമ്മൾ 10 പ്രാവശ്യം ഏത്തിടണം. ഒരെണ്ണിടുമ്പോഴേക്കും ശങ്കുരു നമ്മളെ പിടിക്കും, മോനെ ഏത്തി ഒന്നും ഇടണ്ട, അവസരം അങ്ങനെ പറഞ്ഞു.
അപ്പോൾ അപ്പോഴേക്കും എന്നിട്ട് ആള് ചോദിക്കുമ്പോൾ എന്താണ് ഇവൻ എന്നെ ഇങ്ങനെ പറയാൻ കാരണം, അപ്പം അവൻ്റെ മോനെ എന്നെ എൻ്റെ അപ്പന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അടി അവനാണ്. അപ്പോൾ അവനടി അവനോട് പറയാം, എന്നാ അവസരം എൻ്റെ അടുത്ത് പോയിട്ട് നീയേ അല്ല, ഇവരൊക്കെ അന്നത്തെ മാതാപിതാക്കൾ ഇത് വളരെ മനോഹരമായിട്ട് ഇത് ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ശിക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ശരിക്കും ശിക്ഷണത്തിൻ്റെ ഭാഗമാണ്. ശിക്ഷണത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മളിന്നും മോശമായിട്ട്, കാരണം അപ്പൻ ചെയ്ത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ അങ്ങനെ അയാളെ ചീത്ത പറയാൻ പാടില്ലായിരുന്നു, പക്ഷേ അവരുടെ ഒരു അപ്പനെ മാനിക്കണമായിരുന്നു. പക്ഷെ ചില അവസരങ്ങളിൽ ഇതൊന്നും അത്ര വലിയ കുറ്റബോധത്തിലല്ല, നമ്മളെ തൊണ്ടി സഹിതം പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോഴാണ്. അമ്മയുടെ ഹൈക്കോർട്ടിലേക്ക് കേസ് കയറ്റിയിട്ട് വന്നിട്ട് പറ്റിയതാണ്. അതേസമയം നമ്മൾ തന്നെ പരാജിതനായിട്ട് മുന്നിൽ വന്ന് വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഒരിക്കലും അപ്പൻ ചീത്ത പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഇതുപോലെ വാശി പിടിച്ച ഒരു പ്രാവശ്യം തൃശ്ശൂർക്ക് പോകണമെന്ന് പറഞ്ഞു, എന്നിട്ട് ചേട്ടനെ ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് നമുക്ക് വിരിച്ച് പറയേണ്ട നേരമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു അപ്പൻ്റെ മാതൃഭാവം കാണിക്കാനാണ്. ഇത്രയും ശൂരനൊക്കെ ആയ അപ്പൻ, ഞാൻ എൻ്റെ വാശിപ്പുറത്താണ് പോയത്. പോയി കഴിഞ്ഞിട്ട് അപ്പനറിയാം ചേട്ടൻ അത് കഴിഞ്ഞ് വണ്ടി കയറി പോകും. സാധാരണ കാറിലാണ് പോണേ, ഇതിപ്പോൾ കാറിലല്ല, ചേട്ടൻ അങ്ങനെ പോകണല്ലോ, ജ്യേഷ്ഠത്തിയാരും കുട്ടികളൊന്നും പോകണില്ലേ. അപ്പോൾ ഇത് പോയി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരണ്ടേ, അതിനുള്ള ത്രാണി എനിക്കില്ല എന്ന് അപ്പനറിയാം. ഞാൻ 6ാം ക്ലാസ്സിലാണ്ട് പഠിക്കുകയാണ്, എനിക്ക് തൃശ്ശൂർ ഒരു പരിചയമില്ല. പണ്ട് കാറിൽ പോകുമ്പോൾ കറങ്ങിയിട്ട് തിരിച്ചു വരാറുണ്ട്, അതുപോലെയല്ലല്ലോ. അപ്പൻ എന്ത് ചെയ്തു, ഞാൻ കയറിയ ബസ്സിൻ്റെ പിന്നാലത്തെ അടുത്ത ബസ്സിന് അപ്പൻ കയറി. ഞാൻ അറിയുന്നില്ല. പക്ഷെ ഞാൻ 2-3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി. കാരണം എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോഴാണ് ആലോചിക്കണേ, അങ്ങോട്ട് പോയാൽ ചേട്ടൻ പോവുമല്ലോ, പിന്നെ ഞാനില്ലല്ലോ എന്ന്, എങ്ങനെ വരും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നാണം കെട്ട് നടന്ന് വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിൽ വന്നപ്പോൾ വീട്ടിലുള്ളവരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്, പെങ്ങളൊക്കെ. ഞാൻ അകത്ത് ഒളിച്ചു. അമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മ പെങ്ങള് കുറേ നേരം എന്നെ കളിയാക്കുമ്പോൾ ആ പെങ്ങൾക്ക് 2 വീക്കൊക്കെ കൊടുത്തു. അപ്പോൾ അവിടേക്ക് അമ്മയുടെ ആ ഒരു മകൻ അനുഭവിക്കുന്ന വേദനയെ തിരിച്ച് രാത്രി വന്നപ്പോൾ ഞാൻ ഉറപ്പാണ്, ഇന്ന് അപ്പൻ്റെ കയ്യിൽ നിന്ന് തല്ല് ഉറപ്പ്. അപ്പനങ്ങനെ അധികം തല്ലാറില്ല, നോട്ടവും ഒരു ചീത്തയൊക്കെ ഉള്ളൂ, അങ്ങനത്തൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ അത് തന്നെ നമ്മൾ പേടിച്ചു. പക്ഷെ അന്ന് വാതിൽ തുറക്കടാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ്, അടിച്ചോട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പം എൻ്റെ ആടി ഉയർത്തിയിട്ട് പറഞ്ഞു, മോൻ കരയണ്ട, മോൻ 10ാം ക്ലാസ്സിലാകുമ്പോൾ വലിയ ചെക്കനാകുമ്പോൾ തന്നെ തൃശ്ശൂർ പോകും, കരയരുത്. ഞാൻ ആലോചിച്ചത് എൻ്റെ അപ്പം തന്നെയാണോ, അതുപോലെ അടി പ്രതീക്ഷിച്ച് നിൽക്കുവാണ്. അപ്പോൾ കാണുന്ന ഇതാണ് ഈ ധൂർത്തപുത്രൻ. അങ്ങനെയുള്ള ധൂർത്തപുത്രനെ പോലെ നിൽക്കുന്ന അവസരത്തിൽ ആ പിതാവായ ദൈവം ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പറഞ്ഞത്, എന്നിട്ട് പിന്നെ ഭയങ്കര ആഘോഷമാണ്, സെലിബ്രേഷനാണ്, അടിച്ചുപൊളി, ആടിനെ കൊല്ലണു, ചേട്ടനെ അത് ഭയങ്കര അസൂയ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിന്ന് ദൈവത്തെ ഒരു ഉള്ള ആളൊക്കെ ആയിട്ട് കാണാൻ എന്നെ സഹായിപ്പിച്ചത് വാസ്തവത്തിൽ ഈ അപ്പൻ എന്നോട് കാണിച്ച നിരൂപാധികമായ സ്നേഹം. ഞാൻ തകർന്നു വന്നപ്പോൾ ശരിക്കും അതിൽ ആ ക്യാപ്ഷൻ തെറ്റാ, ധൂർത്തപുത്രൻ എന്നുള്ള ധൂർത്തനായ പിതാവ് എന്നാണ്. ധൂർത്തനായ പിതാവ് എന്ന് പറയാണ് നല്ലത്. കരുണയിൽ ധൂർത്തനായ പിതാവ്. ധൂർത്തപുത്രന്റെ ബൊമ്മയല്ല അത്, ധൂർത്തനായ പിതാവിന്റെ സ്നേഹം കൊണ്ട് ധൂർത്തടിക്കുന്ന ഒരു പിതാവ്. അങ്ങനെയുള്ളൊരു പിതാവിനെ തന്നെയാണ് വാസ്തവത്തിൽ ദൈവം എന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പിതാവായ ദൈവം പിതാവാണ് എന്ന് പറയുന്നതിൻ്റെ, ദൈവം പിതാവാണെന്ന് പറയുന്നതിൻ്റെ നമ്മുടെ മഹിമകളോ മേന്മകളോ നോക്കാതെ നമ്മൾ തെറ്റ് ചെയ്തു വരുമ്പോൾ നമ്മളെ ആലിംഗനം ചെയ്ത്, മോനെ നീ എൻ്റെ മോനിൽ ചെറുതായി പോവരുത്, നീ നന്നാകും, നിനക്ക് ഞാൻ മാപ്പ് തരുന്നു, നീ പൂർണ്ണമായിട്ട് സന്തോഷമായിട്ട് കഴിയേ, നീ എല്ലാം തിരിച്ചറിഞ്ഞല്ലോ, മതി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പിതൃത്വത്തെ നഷ്ടപ്പെടുത്താതെ, എൻ്റെ ആ സൽപ്പേരിനെ കളങ്കം വരുത്താതെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവസങ്കല്പം അത് നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടണം. അത് അങ്ങനെ ഒരു ദൈവമാണ്, മാതാവാണ്, പിതാവാണ് ദൈവമെന്ന് നമ്മുടെ ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിലെ ആ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ആ പിതൃഭാവത്തെക്കുറിച്ച്, അതിൽ ഉൾപ്പെടുന്ന മാതൃഭാവത്തെക്കുറിച്ചെല്ലാം പ്രേക്ഷകർക്ക് വിശദീകരിച്ചതിന് അച്ഛന് നന്ദി പറയുന്നു. ലോർഡ്സ് പ്രേയറിൻ്റെ ആദ്യത്തെ ഭാഗം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതിൻ്റെ വിശദീകരണം ശ്രദ്ധിച്ച് കാണുമല്ലോ. പിതൃഭാവവും മാതൃഭാവവും ഉൾക്കൊണ്ട ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം എത്രയോ ഭദ്രമാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡ് കൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.